ആരോഗ്യം അമൂല്യം. സോറിയാസിസ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നു എരഞ്ഞിപ്പാലം ESI ഹോസ്പിറ്റലിലെ ആയുർവേദ വിഭാഗം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV വിജയഗോപാലൻ. അതിവിപുലമായ ധർമ്മങ്ങളുള്ള ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം. ചർമ്മത്തെ ബാധിക്കുന്ന രോഗമാണ് സോറിയാസിസ് അഥവാ സിത്മകം എന്ന് ആയുർവേദത്തിൽ വിവരിക്കുന്ന ചർമ്മരോഗം. കൈമുട്ട്, കാൽമുട്ട്, തലയോട്ടി എന്നീ ഭാഗങ്ങളിൽ കാണുന്ന ചുവന്ന തടിപ്പുകൾ, അതിൽ നിന്നും വെള്ളി നിറത്തിലുള്ള ശൽക്കങ്ങൾ കൊഴിയുക, ചെറിയ ചൊറിച്ചൽ തുടങ്ങിയ ലക്ഷണങ്ങൾ സോറിയാസിസിൽ കാണാം. സ്ത്രീ പുരുഷ ഭേദമന്യേ സമൂഹത്തിൽ ഏകദേശം 3% ആളുകളിൽ കാണപ്പെടുന്ന രോഗമാണിത്. 10 വയസ്സിനും 35 വയസ്സിനും ഇടയിലാണ് സാധാരണയായി രോഗം കണ്ടുവരുന്നത്. സോറിയാസിസ് രോഗത്തിൽ ത്വക്കിലെ കോശങ്ങൾ സാധാരണ വളരുന്നതിനേക്കാളും 8 മടങ്ങ് കൂടുതൽ വേഗത്തിൽ വളരുന്നത് കൊണ്ടാണ് തൊലിപ്പുറത്തു നിന്നും കോശങ്ങൾ പൊളിഞ്ഞു വീഴുന്നത്. ഈ രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതല്ല. രോഗകാരണങ്ങൾ: ജനിതക ഘടകങ്ങൾ, രോഗപ്രതിരോധ വ്യവസ്ഥയിലെ തകരാറുകൾ, മാനസിക പിരിമുറുക്കം, ഉറക്കക്കുറവ്, തണുത്ത കാലാവസ്ഥ, വേദനസംഹാരി ഗുളികകളുടെ അമിത ഉപയോഗം, BP കഴിക്കുന്ന മരുന്നുകൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ, രാസവസ്തുക്കളുമായുള്ള അമിത സമ്പർക്കം, വിരുദ്ധ ആഹാരശീലങ്ങൾ, മദ്യപാനം, പുകവലി, അന്തരീക്ഷ മലിനീകരണം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് രക്തദുഷ്ടി ഉണ്ടാവുകയും തന്മൂലം സോറിയാസിസ് പോലെയുള്ള ചർമ്മരോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. കൈമുട്ടുകൾ, കാൽമുട്ടുകൾ, നെഞ്ച്, വയറ്, പുറംഭാഗം, ചെവിയുടെ പിൻഭാഗം എന്നീ സ്ഥലങ്ങളിൽ ചുവന്ന തടിപ്പ്, വെള്ളി നിറമുള്ള ശൽക്കങ്ങൾ കാണപ്പെടുക, ചൊറിച്ചിലുണ്ടാകുക, തലയിൽ നിന്നും താരന്റെ രൂപത്തിൽ വരണ്ട പൊടി പാറുക, തൊലി കട്ടുകൂടി രൂക്ഷമായിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ സോറിയാസിസിൽ കാണാം. സോറിയാസിസ് വകഭേദങ്ങൾ: പ്ലാക്ക് സോറിയാസിസ് സാധാരണയായി കാണപ്പെടുന്ന വിഭാഗമാണിത്. ചർമ്മത്തിൽ കുരുക്കൾ പോലെ ഉണ്ടാകും. അടിഭാഗം ചുവന്ന് തടിച്ച് മുകൾ ഭാഗം വെള്ളി നിറത്തിലുള്ള ചിതമ്പൽ പോലെയും ഇരിക്കും. കൈമുട്ട്, കാൽമുട്ട്, പുറംഭാഗം എന്നിവിടങ്ങളിൽ കാണുന്നു. എർത്രോഡെർമിക് സോറിയാസിസ് കടുത്ത ചൊറിച്ചിലും വേദനയുമായി ചർമ്മം ചുവന്ന് ശൽക്കങ്ങളായി കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ. ഗട്ടേറ്റ് സോറിയാസിസ് കുട്ടികളിലും ചെറുപ്പക്കാരിലും കൂടുതലായി കണ്ടുവരുന്നു. ചെറിയ വെള്ളത്തുള്ളികൾ പോലെ വയറിലും കൈകാലുകൾ, തലയോട്ടി എന്നിവിടങ്ങളിലും കാണുന്നു. ഫ്ലെക്സോറൽ സോറിയാസിസ് ശരീരഭാഗങ്ങളുടെ മടക്കുകളിൽ കണ്ടുവരുന്നു. ചെവിയുടെ മടക്ക്, ഗുഹ്യഭാഗം, സ്തനങ്ങളുടെ ഇടയിൽ എന്നിവിടങ്ങളിൽ ഇവ കാണപ്പെടുന്നു. നെയിൽ സോറിയാസിസ് കൈകാലുകളിലെ നഖത്തിനെയും നഖത്തടത്തിനെയും ബാധിക്കുന്നു. നഖത്തിൽ കുഴികളുണ്ടാകുകയും നഖം ഇളകിപ്പോകുകയും ചെയ്യും. സോറിയാസിസ് രോഗം കൃത്യമായ ചികിത്സ ചെയ്യാതെ നീണ്ടുനിന്നാൽ ഹൃദയധമനികളെ ചുരുക്കുക, കരളിൽ കൊഴുപ്പ് അടിയുക, സോറിയാസിസ് മൂലമുള്ള നീർക്കെട്ട് സന്ധികളെ ബാധിച്ച് സോറിയാറ്റിക് ആർത്രൈറ്റിസായി പരിണമിക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ഉപദ്രവവ്യാധികളായിട്ട് കാണുന്നത്. രോഗനിർണയം: രോഗി പരിശോധനയിൽ നിന്ന് തന്നെ രോഗനിർണയം നടത്തുവാൻ സാധിക്കും. ആവശ്യമെങ്കിൽ സ്കിൻ ബയോപ്സി വഴിയും രോഗനിർണയം നടത്താറുണ്ട്. ആയുർവേദ ചികിത്സാ മാർഗം: വാതകപ്രധാനമായ രോഗമാണ് സിത്മകം അഥവാ സോറിയാസിസ്. ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ പുറത്തു കളയുന്ന ശോധനാദി പഞ്ചകർമ്മ ചികിത്സകൾ ഇവിടെ ഫലപ്രദമാണ്. രോഗത്തിന് അനുയോജ്യമായ മരുന്നുകൾ കൊണ്ടുള്ള സ്നേഹമാനം, വമനം, വിരേചനം തുടങ്ങിയ ശരീരശുദ്ധിക്കായി ചെയ്യുന്ന ചികിത്സകൾ രോഗനിയന്ത്രണത്തിന് ഫലപ്രദമാണ്. തക്രധാര, കഷായധാര, ദന്തപ്പാലയുടെ തൈലം കൊണ്ടുള്ള അഭ്യംഗം തുടങ്ങിയ ചികിത്സാരീതികൾ രോഗത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കാറുണ്ട്. പഥ്യം: പാൽ, തൈര്, മീൻ, പുളിയുള്ള പഴങ്ങൾ, കോഴി, പോത്ത്, താറാവ്, പന്നി എന്നിവയുടെ മാംസങ്ങൾ, ചെമ്മീൻ, ഞണ്ട് തുടങ്ങിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. തഴുതാമയില, നെല്ലിക്ക, പടവലം, ചെറുപയർ, ക്യാരറ്റ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. രോഗികൾ വ്യായാമം ശീലിക്കുകയും നിയന്ത്രിതമായി വെയിൽ കൊള്ളുകയും ചെയ്യേണ്ടതാണ്. സോറിയാസിസ് ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് എരഞ്ഞിപ്പാലം ESI ഹോസ്പിറ്റലിലെ ആയുർവേദ വിഭാഗം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV വിജയഗോപാലൻ.